ഇവിടെ ഇവൾ ഒരു കമ്പനിയിൽ ഫുഡ് ഡെലിവറി ചെയ്യാനായി വരികയും അവളെ പോലെ തോന്നിക്കുന്ന ഒരു റോബോട്ടിനെ അവൾ കാണുന്നു. അവൾ ആ റോബോട്ടിന്റെ അടുത്ത് നിന്നപ്പോൾ രണ്ടുപേരും തികച്ചും ഒരേപോലെയാണുള്ളത്. അത് കണ്ട സയന്റിസ്റ്റ് അവൾക്ക് 5 ലക്ഷം ഓഫർ ചെയ്ത് റോബോട്ടായി അഭിനയിക്കാമോ എന്ന് ചോദിച്ചു. എന്തെന്ന് വെച്ചാൽ ഇയാൾക്ക് വേണ്ടിയാണ് ഈ റോബോട്ടിനെ സയന്റിസ്റ്റ് നിർമ്മിച്ചത്. ഇയാൾക്ക് ഒരു വിചിത്രമായ രോഗമുണ്ട്. അവനെ ഒരു സ്ത്രീ തൊട്ടാൽ അവന് അലർജി ഉണ്ടാകും. അതുകൊണ്ടാണ് ഒരു റോബോട്ട് കാമുകയെ ഉണ്ടാക്കാനായി അവൻ ഇത്രയും ക്യാഷ് മുടക്കിയത്. അവൻ റോബോട്ടിനോട് തിരിയാനായി ആവശ്യപ്പെടുകയും റോബോട്ടിന്റെ പിന്നിൽ സിമ്പിൾ അവൻ കാണുന്നു. അത് ഏറ്റവും അഡ്വാൻസ്ഡ് സയന്റിഫിക് ഡിസൈൻ ആണെന്ന് സയന്റിസ്റ്റ് വിശദീകരിക്കുന്നു. അതേസമയം അവനൊരു കോൾ വന്നതിനാൽ അവൻ അവിടുന്ന് പോകുന്നു. താൻ ഇനി കോടീശ്വരനാകും എന്ന് കരുതിയ സയന്റിസ്റ്റ് ഇനി മുതൽ മനുഷ്യന്റെ നിർദ്ദേശങ്ങൾ പാലിക്കാനായി റോബോട്ടിനോട് പറഞ്ഞു. അപ്രതീക്ഷിതമായി തിരിഞ്ഞ റോബോട്ട് സയന്റിസ്റ്റിന് ഒരു ഇടി കൊടുത്ത് അതിനുള്ള ഓപ്ഷൻ ഇല്ല, വേണമെങ്കിൽ തിരിച്ചടിക്കാനുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ എന്ന് റോബോട്ട് പറയുമ്പോൾ റോബോട്ട് പ്രവർത്തനം തകരാറില്ല എന്ന് മനസ്സിലായ സയന്റിസ്റ്റ് ഉടനെ റോബോട്ടിനെ ഷട്ട് ഡൗൺ ചെയ്തു. എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇരിക്കുമ്പോഴാണ് സയന്റിസ്റ്റിന് മുന്നിൽ റോബോട്ടിനെ പോലെയുള്ള ഒരു പെൺകുട്ടി അവിടേക്ക് വരുന്നത്.